ഹലോ, നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വോയിസ് വിടുന്നത്. വിടേണ്ട സാഹചര്യം ഉണ്ടായത് മനാഫിനെക്കുറിച്ച് അർജുൻ്റെ കുടുംബം, പ്രത്യേകിച്ച് അളിയൻ പറയുന്നത് കേട്ടപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ കടമയാണെന്ന് ഓർത്തിട്ടാണ്. ആദ്യമായിട്ട് പറയാനുള്ളത്, യൂട്യൂബ് ചാനലിൻ്റെ കാര്യം. അദ്ദേഹം പറയുന്ന വീഡിയോ ഇതിലിടുന്നുണ്ട്, അത് എല്ലാവരും ഒന്ന് കാണണം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ. അവർ പറഞ്ഞു, മനാഫ് ഞങ്ങളെ വെച്ച് മുതലെടുക്കുകയാണെന്ന്. എന്ത് മുതലെടുപ്പ്? എന്ത് പണപ്പിരിവ് നടത്തി? നിങ്ങൾക്കറിയോ, ശിരൂരിൽ മനാഫ് താമസിച്ചിരുന്ന വീട്ടിൽ ഒരു പായ പോലും ഇല്ലാതെയാണ് അദ്ദേഹം ആദ്യത്തിൽ ജീവിച്ചിരുന്നത്. കൂടെ അവിടെ വരുന്ന അർജുനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ആ വീട്ടിൽ വരുന്നവർക്കുള്ള ഭക്ഷണവും അദ്ദേഹം നൽകി. അദ്ദേഹം അത്രയും കാലം സ്വന്തം ചെലവിലാണ് അവിടെ താമസിച്ചത്. അവിടെ താമസിക്കാനെത്തുന്നവർക്ക് വേണ്ടിയാണ് അദ്ദേഹം പായ പോലും വാങ്ങിയിട്ടത്. പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം, അതിനെക്കുറിച്ച് മനാഫ് തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കാണൂ. അപ്പോൾ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ്. അദ്ദേഹം പറയുന്നുണ്ട്, ചാനൽ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനോട് പാഷനുള്ള ആർക്കെങ്കിലും കൊടുക്കാമെന്ന്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം നല്ല സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളായതുകൊണ്ട്, അല്ലെങ്കിൽ അതിന് മനസ്സുള്ളത് കൊണ്ട് ചാനൽ വരുമാനം അതിനായി ഉപയോഗിക്കാമല്ലോ. അതുമാത്രമല്ല, ചാനൽ മറ്റാർക്കെങ്കിലും കൊടുത്താൽ എല്ലാവരും മനാഫിനെ പോലുള്ള നല്ല മനസ്സുള്ളവരായിരിക്കില്ലല്ലോ, നമ്മുടെ അർജുൻ്റെ അളിയനെ പോലെയുള്ളവരാണെങ്കിൽ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിനെക്കുറിച്ച്, ഈ ചാനലിനെ കുറിച്ച് മനാഫ് തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്നതായതുകൊണ്ട് പിന്നെ ഇത് വൃത്തിയാക്കാനോ ഇതിനോ ഒന്നിനോ പായൊന്നും ഇല്ലേ കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന ഈ പായൊക്കെ ഇവിടെ സേവ് അർജുൻ ഗ്രൂപ്പിൻ്റെ ആളുകൾ വന്നപ്പം പിന്നെ ഓൽക്ക് കുറച്ച് മോശമാക്കരുതല്ലോ അല്ലേ. ഒരു പ്രതീക്ഷ ഒരു വമ്പ റൂമൊന്നും പ്രതീക്ഷിച്ചില്ല, എന്നാലും അങ്ങനെ വന്ന കൂട്ടരായിരുന്നു. അപ്പം കുറച്ച് പായൊക്കെ വാങ്ങി ഓലെ കിടത്തിയതാണ്. ഇതാണ് അവസ്ഥ. ഈ ഹോളിൽ ഒരുപാട് റെസ്ക്യൂ പ്രവർത്തകർ കിടന്നിട്ട് ഇവിടെ തയ്യാത്ത ആൾക്കാർക്കൊക്കെ പല റൂമും എടുത്തൊടുത്ത് അങ്ങനെയൊക്കെ കൂടി അങ്ങോട്ട് പോയതാ. എല്ലാരോടും ഇനി നന്ദി പറയാണ്. കാരണം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത്. ഇനി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചാനൽ ആരെങ്കിലും ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഒറ്റപ്പെട്ടപ്പോൾ എന്തെങ്കിലും ജീവനെ പേടിച്ചിട്ട് തുടങ്ങിയ ചാനലാണിത്. ഇതിൻ്റെ പേര് ജീവൻ TV എന്ന് എന്തിട്ടേണ്ടി വരും. ജീവനെ പേടിച്ച് തുടങ്ങിയതാണ്. കാരണം ഒറ്റക്കല്ലേ ഉണ്ടായിരുന്നത്. ആരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുക അല്ലെങ്കിൽ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി തുടങ്ങിയത്. അതിന് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലേനു. ഇതിൻ്റെ സിസ്റ്റം ഒന്നും അറിയില്ല. ഇതന്നെ ഇപ്പോൾ വേറൊരു മീഡിയക്കാർ, ചാനലുകാർ എനിക്ക് പിന്നെ ഉണ്ടാക്കി തന്നതാണ് ഈ ചാനൽ. ഈ ചാനൽ ആരെങ്കിലും ഏറ്റെടുത്താണ്ട് നമുക്ക് അർജുനെ കിട്ടി കഴിഞ്ഞ്, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കോഴിക്കോട് നമുക്ക് സത്യത്തിൽ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഒരു ഉച്ചഭക്ഷണം തുടങ്ങുന്ന ഒരു പരിപാടി ചെയ്യണമെന്ന്. പിന്നെ ഇന്നലെ നാളെ ഞാൻ ചെയ്യും ഒറ്റക്ക് തന്നെ. ഈ ചാനലിന് എന്ത് വരുമാനമോ കാര്യങ്ങളോ, ഈ ഇങ്ങനെ പാഷൻ ഉണ്ടാവില്ല ചിലർക്ക് യൂട്യൂബ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള. അങ്ങനത്തെ യൂട്യൂബ് ഒക്കെ ചെയ്യാൻ, യൂട്യൂബർ ആവാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ ചാനൽ നമുക്ക് കൊടുക്കുക. ഓനെ കൊണ്ട് യൂട്യൂബ് ചെയ്യുക, ഓൻ്റെ പാഷനും ആവും. നല്ല നല്ല എന്തെങ്കിലും കണ്ടന്റ് ചെയ്ത് ഇതാവും ചെയ്യും. പകരം ഇന്ന് എന്തെങ്കിലും വരുമാനം വരികയാണ് ഉച്ചഭക്ഷണത്തിൽ അവിടെ ഉപയോഗിക്കുക. കുറേ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ നോക്കി നോക്കാം, ഒന്ന് മെനക്കെട്ട് നോക്കാം. ഈ നിങ്ങൾ ഇന്നലെ ഡർജറെങ്ങാനും പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കാലാകാലം ഒരു കുറ്റവാളിയായിപ്പോയി ജീവിക്കേണ്ടി വരുന്നു, ഞാനും എൻ്റെ മക്കളും ഒക്കെ. അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ആരാ? പഠിച്ച തമ്പുരാനല്ലാതെ വേറെ ആരുമല്ല. അല്ലെങ്കിൽ ഞാൻ ആകെ പെട്ടുപോയിന്. കാലാകാലം ആരെ മുഖത്തും നോക്കാൻ പറ്റാതെ എൻ്റെ ഉള്ളിൽ ആ സങ്കടങ്ങൾ, അതാ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇമോഷനായിപ്പോണ്. അത്
പൊട്ടിക്കരഞ്ഞു പോവില്ലേ മനുഷ്യന്. ഞാൻ സാധാരണ മനുഷ്യനല്ലേ, അതായത് കുറ്റവാളിയായി പോവുകയായിരുന്നു. എന്തൊക്കെ ഇനി ഞാനായി പോവുക, ചന്ദനക്കടത്തും എല്ലാം ആയി പോവുകയായിരുന്നു. ഡോണാ നോക്കിയിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മളെ തലയിലെ ഇത്ത ആ ചെക്കനെ ജീവനോടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഭയങ്കര ബഹുമാനെ നമുക്ക് പേടി. ഞാൻ വേഗം പ്രതികരിക്കും. അതാണ് ഉച്ചഭക്ഷണം തുടങ്ങുമ്പോൾ എനിക്കൊരു ജോലി തരണേ. എല്ലാവർക്കും കൂടി നമ്മളെ പരിപാടിയൊക്കെ എല്ലാവരും കൂടി കൂടിയിട്ടാ ജോലിക്ക് കൂലി ഉണ്ടാവില്ല ആ കാര്യത്തില്. വെറുതെ ഞാൻ തമാശ പറഞ്ഞ, നമുക്ക് നോക്കാം. അതിന് ദൈവം അനുവദിക്കൂല. നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. പഠിച്ചവൻ എന്നെ കൊണ്ട് പൊക്കുവോ? ഇനിയും കുറച്ചും കൂടി ജീവിക്കണ്ടേ? അപ്പൊ എന്തെങ്കിലും ഉള്ള കാലം നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, എല്ലാവരും ചെയ്യുക. അല്ലെങ്കിൽ വേറുള്ളവർ ചെയ്യുന്നൊരു കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. അങ്ങനെ വേറെ ഒന്നും പല സ്ഥലത്ത് കേട്ട ഡയലോഗ് ആയിരിക്കും, എന്നാലും പറയണ ഒന്നും കൊണ്ടിട്ടല്ല നമ്മൾ വന്നത്, ഒന്നും കൊണ്ടിട്ടല്ല പോവുക. എനിക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ കുറേ ആളുകൾ ചിരിച്ച്, ഞാൻ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ കുറേ ആൾക്കാരെയാണ്. അത്ര തന്നെ ആഗ്രഹമുള്ളൂ. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം.